ഹലോ ഫ്രണ്ട്സ്, 21-ാം തീയതി ശനിയാഴ്ച എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തി ഞങ്ങളൊന്ന് ചെറുതായിട്ട് ആഘോഷിച്ചു. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. തൊട്ടടുത്ത അമ്പലത്തിൽ താലപ്പൊലിയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയാൾ രണ്ടുപേരും കൂടിയാണ്ട് എന്നാൽ നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തി ആഘോഷിക്കാമെന്ന് പറഞ്ഞാണ്ട് അവർ നടത്തിയതാണ്. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. രാവിലെ പോയി കേക്കൊക്കെ കൊടുന്ന് ചെറിയൊരു കേക്കൊക്കെ കൊടുന്ന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച ആയിരുന്നു താലപ്പൊലി. അതുകൊണ്ട് അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ആഘോഷം. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്ത് അപ്പോഴാണ് അനിയത്തിമാർ രണ്ടുപേരും ഗിഫ്റ്റ് തന്നത്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കേക്ക് കട്ട് ചെയ്യാം, നമുക്ക് വാങ്ങാന്നൊക്കെ പറഞ്ഞ് രാവിലെ അതൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവർക്ക് സന്തോഷമായിക്കോളും എന്നാണ്. പക്ഷെ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അനിയത്തി സെറ്റ് മുണ്ടാണ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തിരുവാതിരക്കളിക്ക് സെറ്റ് മുണ്ടാണ് എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് വാങ്ങിയപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, എനിക്കും ഉണ്ണിമോക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ അല്ലേ എന്നാ അപ്പോൾ സർപ്രൈസ് ആയിട്ട് തരാമെന്ന് കരുതിയാണ്ട് അവൾ മറച്ച് വെച്ചതായിരുന്നു. വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണിമോക്ക് അറിയാമായിരുന്നു, ഉണ്ണിമോളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉണ്ണിമോൾ എനിക്ക് ഫാൻസി ഐറ്റംസ് ആണ് വാങ്ങി തന്നത്. ക്ലിപ്പ്, സ്ലൈഡ്, അങ്ങനെ നെയിൽ പോളിഷ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പിറ്റേസത്തിന് തിരുവാതിരക്കളി കളിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് മുണ്ടൊക്കെ അയൺ ചെയ്യുകയൊക്കെയാണ്. പിന്നെ കുട്ടികൾക്ക് അവരവിടെ അയൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുട്ടികൾ നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് നൂഡിൽസും നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തു. അവരത് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഡിൽസൊക്കെ കഴിച്ചതിന് ശേഷം അതും ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയവരൊക്കെ അപ്പുറത്ത് കൂടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവ ഇവിടെ വണ്ടി ഉരുട്ടി കളിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ഉമ്മറത്തേക്ക് വന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവരോട് അവിടുന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്. ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഉണ്ണിമോൾ പിന്നെ കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റെപ്പ് പോലും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ 3 ദിവസം കൊണ്ടാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എനിക്ക് വരുന്ന പോലെ
അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ആവശ്യമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബായ്.